ഇങ്ങനെ ഇത് ചെയ്തു 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 എന്നുള്ളത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ ഇങ്ങനെ അതായിരുന്നു വിളിച്ചു പറഞ്ഞു ആരോ ഒരാള് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ചെയ്തു. ഓ ശരി അങ്ങനെ ചെയ്തു. ഉണ്ണി വാവ വ്ളോഗ്സ് എന്ന് പറഞ്ഞ ചാനലിനകത്ത് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായി ഈ ഒരു വിഷയത്തിനെ പറ്റി. കാര്യം ഇവരുടെ അച്ഛൻ മരിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഇവർ ചിരിച്ചു കളിച്ചൊരു വീഡിയോ ഇട്ടു, ഓണം സെലിബ്രേഷന്റെ വീഡിയോ ഇട്ടു എന്ന് പറഞ്ഞിട്ട് പല രീതിക്കുള്ള നെഗറ്റിവിറ്റി ഇവർക്ക് വന്നതിനെ തുടർന്നിട്ട് ഇവരൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായി. അവരുടെ എന്താണ് ആ ഒരു സമയത്തുള്ള അവരുടെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായി. അപ്പൊ ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് ഇപ്പൊ അവര് അതിന്റെ തന്നെ കണ്ടിന്യൂഷൻ എന്നുള്ള രീതിക്ക് വേറൊരു വീഡിയോ കൂടി ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു വീഡിയോനകത്ത് അവർ മെയിൻ ആയിട്ട് പറയുന്നത് എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞിട്ട് പുള്ളിയുടെ ബിലോങ്ങിങ്സ് ഒന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല. അതായത് മെയിനായിട്ട് പുള്ളിക്കാരന്റെ ബോഡി വന്നു, പക്ഷേ പുള്ളിക്കാരന്റെ ബിലോങ്ങിങ്സും കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് എത്തിയിട്ടില്ല. അപ്പൊ അതിനെ തുടർന്നിട്ട് അവരെ കുറച്ച് കാര്യങ്ങളും അവർ പറയുന്നുണ്ട്. അപ്പൊ നമുക്കത് കേട്ടു നോക്കാം. മമ്മിയുടെ ഫ്രണ്ടിന്റെ ഹസ്ബൻഡ് അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടെ പോയിട്ട് പപ്പയുടെ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ അവരൊരു ലിസ്റ്റ് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു, ഇത്രയൊക്കെ സാധനങ്ങളാണ് എന്ന് പറഞ്ഞിട്ട്. ആ ലിസ്റ്റും മമ്മിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പപ്പ ആ അങ്കിള് പോയി അവിടെ കളക്ട് ചെയ്ത സാധനങ്ങളും പിക്ക് എടുത്ത് അയച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫോട്ടോ കണ്ടപ്പോ ഇതായി. കാരണം ആ ഒരു ഫോട്ടോ ലിസ്റ്റും കണ്ടപ്പോ നമുക്ക് പപ്പയുടെ ചെറിയ ചെറിയ കാര്യങ്ങളല്ലാതെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും ആ ഒരു ലിസ്റ്റിലോ അയച്ച ഫോട്ടോയിലോ ഉണ്ടായിരുന്നില്ല. പപ്പയുടെ മൊബൈൽ ഫോണ് പപ്പ എപ്പോഴും, നിങ്ങൾക്ക് ഈ പണ്ടത്തെ വീഡിയോസ് നോക്കിയാൽ കാണുന്നുണ്ടാവും, പപ്പ എപ്പോഴും ഒരു ആനയുടെ ഒരു കൊമ്പ് യൂസ് ചെയ്ത ഒരു പെൻഡന്റ് ഇടുമായിരുന്നു. അത് പപ്പ അയച്ചു വെക്കത്തേ ഇല്ല കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു ലിസ്റ്റും ഫോട്ടോ നമുക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇവർ പറയണതെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരു ലിസ്റ്റും കാര്യങ്ങളൊക്കെ, ഈ ബിലോങ്ങിങ്സിന്റെ കാര്യങ്ങളുടെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ അയച്ചപ്പോഴത്തേക്കും ഇവർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവര് സാധനങ്ങളെല്ലാം, അതായത് ഇപ്പൊ ഒരു സംഭവം നടന്നു കഴിഞ്ഞിട്ട് അയാളുടെ ബോഡി തിരിച്ച് നാട്ടിനകത്തേക്ക് കൊടുത്തയക്കുമ്പോഴത്തേക്കും അതിന്റെ കൂടെ അയാളുടെ സാധനങ്ങളും കൂടെ കൊടുത്തയക്കുന്നതാണല്ലോ അതിന്റെ മാന്യത. പിന്നെ അതേപോലെ തന്നെ ഈ സാധനങ്ങൾ കൊടുത്തയക്കുന്നത് മാത്രമല്ല വേറെയും വിഷയങ്ങളുണ്ട്. അപ്പൊ നമുക്ക് അത് നമ്മുടെ ബോഡി കൊടുത്തയക്കുമ്പോ അതിന്റെ കൂടെ ഒരാളിനെ വിടുമായിരുന്നു. കാരണം ഇതിനു മുൻപ് ഖത്തറിന്ന് ഇങ്ങനെ അവിടെ ഒരു ചേട്ടൻ ഇങ്ങനെ സംഭവിച്ചിട്ട് കൂടെ വന്നത് ഏട്ടനായിരുന്നു. ഏട്ടൻ്റെ കൂടെ ആരും വന്നിരുന്നില്ല, ഏട്ടൻ മാത്രമാണ് വന്നിരുന്നത്. പിന്നെ നമ്മൾ ഇവിടുന്ന് പോയിട്ട് ഇങ്ങനെ വാങ്ങിക്കുകയാണ് ചെയ്തത് എയർപോർട്ടിൽ ആ ടൈം ആകുമ്പോഴത്തേനും. പിന്നെ മൂന്നാമതൊരു കാര്യം എന്താ വെച്ചാൽ കുറച്ച് സാധനങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇതെല്ലാം ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ ഇട്ട വീഡിയോയില്. ഇപ്പൊ നമുക്ക് കറക്റ്റായിട്ട് കിട്ടാനുള്ളത് പേഴ്സ്, ഫോണ്, ഏട്ടന്റെ ആ പെൻഡൽ, പിന്നെ വാച്ച്, ബ്രേസ്ലെറ്റ് കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കിട്ടാനുള്ളത്. ഇപ്പൊ പുറത്തൊക്കെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ബോഡി നാട്ടിനകത്തേക്ക് കൊടുത്തു വിടുമ്പോഴത്തേക്കും കൂടെ ഒരാളും കൂടെ വരുന്ന ഒരു ഇതുണ്ട്. പക്ഷെ ഇവരുടെ ഈ ഒരു ഹസ്ബൻഡിന്റെ ഇത് നാട്ടിനകത്തേക്ക് വിട്ടപ്പോഴത്തേക്കും അതിന്റെ കൂടെ ബോഡി മാത്രമേ ഉണ്ടായുള്ളൂ, അല്ലാണ്ട് ഇപ്പൊ വേറൊരാളോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പൊ അതങ്ങനെ ഈ ബോഡി മാത്രമായിട്ട് ഇങ്ങനെ കൊടുത്തു വിടൂ എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. കാര്യം ഇങ്ങനെയുള്ള ഈ ഇത്രയും കെയർലെസ് ആയിട്ട് ആ ബോഡി മാത്രമായിട്ട് ഇവരങ്ങനെ കൊടുത്തു വിടൂ. അതേപോലെ തന്നെ ഇപ്പൊ അവർ പറയുന്നുണ്ടല്ലോ അവരുടെ വേണ്ടപ്പെട്ട സാധനങ്ങൾ എന്തൊക്കെയാണ്, ആ സാധനങ്ങളും അവർക്ക് കിട്ടിയിട്ടില്ല. ബാക്കി ഉണ്ടോ ബുദ്ധിമുട്ടുകളോ ഇനിയിപ്പോ അറിയില്ലല്ലോ, ആളുടെ അപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയില്ല. കാരണം എന്തോ ആയിക്കോട്ടെ, അത് ആള് എന്തൊക്കെ പറഞ്ഞാലും അത് ഞങ്ങളെ വിട്ട് പോവുകയും ചെയ്തു. ആളുടെ സാധനവും കിട്ടാത്തൊരു അവസ്ഥ ഉണ്ടല്ലോ. എനിക്ക് സത്യം പറഞ്ഞാൽ സഹിക്കാൻ പറ്റണില്ല. അവര് നമ്മളടുത്ത് ഈ കമ്പനിയിൽ ജോലി ചെയ്ത ആ ആളുടെ ഉത്തരവാദിത്തമല്ലേ ഇത് തരണം എന്നുള്ളത്. ഇവർക്ക് ഇത് അറിയില്ല എന്ന് പറയാ. അപ്പൊ ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത്? പിന്നെ ഒരു കാര്യം കൂടെ, നമ്മള് HR-നെ വിളിച്ചു, പപ്പടൊപ്പം വർക്ക് ചെയ്യണ കൊളീഗിനെ വിളിച്ചു, അങ്ങനെ 3-4 ആൾക്കാരിനെ വിളിച്ചു. ഈ 4 ഇപ്പൊ നമ്മൾ കോണ്ടാക്ട് ചെയ്ത ആൾക്കാരൊക്കെ പറയുന്നത് വെവ്വേറെ 4 കഥകളാണ്. 4 പേരും 4 കഥകളാണ്. ഇവിടെ മെയിൻ ആയിട്ടും വീഴ്ച വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പുള്ളി ജോലി ചെയ്തിരുന്ന ഈ സ്ഥലത്തുള്ള അവരുടെ ഭാഗത്തു നിന്നാണ് മെയിൻ ആയിട്ടുള്ള വീഴ്ച വന്നിരിക്കുന്നത്. കാര്യം ഇപ്പൊ ഇതേപോലെ ഒരു സംഭവം നടക്കുമ്പോഴത്തേക്കും അതിനെ പറ്റിയിട്ട് അവരുടെ വീട്ടുകാർ അന്വേഷിക്കുമ്പോഴത്തേക്കും അവിടെ നിന്നുള്ള റിപ്ലൈയും കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് അറിയൂല എന്നാണ് അങ്ങ് പറയുന്നത്. ഇവർക്ക് ഇപ്പൊ ഇവിടെയുള്ള വീട്ടുകാർക്ക് ഒരിക്കലും അവിടെ വന്നിട്ട് ഇപ്പൊ പെട്ടെന്ന് അവിടെ വന്നിട്ട് ഇങ്ങനെ അതൊന്നും അന്വേഷിക്കാനൊന്നും പറ്റൂല. അപ്പൊ അതുകൊണ്ട് ഇവരെ അവിടെ നിന്ന് വിളിച്ചു ചോദിക്കുമ്പോഴത്തേക്കും അവരവിടെ നിന്ന് വന്ന് അന്വേഷിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാന്നുള്ളതിന് പകരം അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അറിയൂല എന്ന് പറഞ്ഞാൽ കൈ ഒഴിയിലാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് വീഴ്ച വന്നേക്കുന്നത് ആ HR എന്ന് പറയുന്ന അവരെയൊക്കെ ഭാഗത്തു നിന്നാണ് മെയിൻ ആയിട്ടുള്ള വീഴ്ച വന്നേക്കുന്നത്. ബാക്കി അറ്റംപ്റ്റ് ഇവിടെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പൊ അത് ഏട്ടൻ മുകളിൽ പോയിട്ട് ഇരിക്കേണ്ടായിരുന്നേ. അപ്പൊ ഈ കുറച്ച് കഴിഞ്ഞപ്പോ ഇവിടെ ഇറങ്ങി വന്നിട്ടാണ് എനിക്ക് ഈ മെസ്സേജ് കാണിക്കുന്നത്. അപ്പൊ അത് മെസ്സേജ് കാണിച്ചു കഴിഞ്ഞിട്ട്
10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് എന്നെ കൊണ്ടുപോയിട്ട് മുകളിലേക്ക് കാണിക്കുന്നത്. അപ്പൊ ഏട്ടൻ പറഞ്ഞൊരു വാക്ക് ഞാൻ പറയാൻ ഇന്നലെ വിട്ടുപോയി. എന്താ വെച്ചാ ഏട്ടന്റെ ഫോണിൽ എപ്പോഴും നോട്ടിഫിക്കേഷൻ ഓൺ ആണ്, മെസ്സേജിന്റെ ആയാലും മെസ്സേജിന്റെ. കാരണം നമ്മൾ ഇപ്പോഴും അത് ബഹറിലാണെങ്കിലും നമ്മൾ രാത്രി ഒരു മെസ്സേജ് അയച്ചാൽ ആള് റിപ്ലൈ അപ്പൊ തന്നെ തരും. എപ്പോഴും അങ്ങനെയാണ്. അപ്പോ ഏട്ടൻ ഇങ്ങനെ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കുരുക്കിടുമ്പോ ഈ ടിക്ക് കണ്ട് മെസ്സേജ് വന്നു അത്രേ. ആ മെസ്സേജ് കണ്ടപ്പോ ഈ ഓഫർ ലെറ്റർ ആയിരുന്നു ഈ സിംഗപ്പൂരിലുള്ളത്. ആ മെസ്സേജ് വന്നത് കൊണ്ടാണ് ഏട്ടൻ ആ ഫോൺ എടുത്ത് നോക്കിയത്. ഈ കയർ അവിടെ വെച്ചിട്ട് താഴേക്ക് ഇറങ്ങി വന്നത് കേട്ടോ. പക്ഷെ ഞാൻ ഇന്നലെ വീട് നോക്കുമ്പോ ഈ സംഭവം ഞാൻ പറഞ്ഞിട്ടില്ല. ഈ മെസ്സേജിന്റെ സൗണ്ട് കേട്ടത് കൊണ്ട് മാത്രമാണ് ആള് താഴേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത്. അപ്പോ ഇന്നലെ ഞാൻ ആ വീഡിയോയിൽ പറയാത്തതുകൊണ്ട് ഒരു ക്ലാരിറ്റി എനിക്ക് പിന്നെ തോന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് കാണുന്നവർക്ക് ഈ കഥ എന്താണെന്ന് അറിയില്ല, ഇന്നലത്തെ വീഡിയോനെ പോയി കാണേണ്ടി വരും. അപ്പൊ അങ്ങനെ ആള് ഇവിടെ ചെയ്തിട്ടുണ്ട്. ആ മെസ്സേജാണ് ആൾ അന്ന് രക്ഷപ്പെടുത്തിയത്. ഇന്നൊന്നും രക്ഷപ്പെടുത്താൻ വന്നില്ല. ആരെങ്കിലും ഒന്ന് വാതില് പൊട്ട് എന്തെങ്കിലും ചെയ്ത് കാണിച്ചാ ഒന്നും സംഭവിക്കില്ല. പക്ഷെ ഒരു വട്ടമൊക്കെ ദൈവത്തിന് രക്ഷിക്കാൻ പറ്റൂ. എല്ലാ വട്ടവും ആളിത് ട്രൈ ചെയ്യാണിച്ചാ ദൈവത്തിന് രക്ഷിക്കാൻ. എന്തൊരവസ്ഥയാണ് നോക്കുക. അതായത് ഇതിന് മുന്നേയും ഈ പുള്ളി ഇതേപോലെ നാട്ടിൽ വെച്ചിട്ട് ഇതേപോലുള്ള ഒരു ആത്മഹത്യക്ക് ശ്രമിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അപ്പൊ ആ ഒരു സമയത്ത് പുള്ളി കുരുക്കിടാൻ വന്നപ്പോഴത്തേക്കും ഈ പുള്ളിയുടെ ഫോണിനകത്ത് നോട്ടിഫിക്കേഷൻ വന്നത് ഈ ജോലിയുടെ ഭാഗമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നപ്പോഴത്തേക്കും ജോലി കിട്ടി എന്നുള്ള രീതിക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നപ്പോഴാണ് പുള്ളി ആ ആത്മഹത്യ ചെയ്യാണ്ട് വന്നതെന്ന്. പക്ഷെ ഇപ്പൊ അതേപോലെ ഒന്നും വന്നില്ല. അത് എന്ത് അവസ്ഥയാണ്. ഇപ്പൊ നമുക്ക് ബാക്കി കണ്ടോ. വെച്ചിട്ടില്ല, ഞങ്ങൾക്ക് കാണാൻ ധൈര്യമൊന്നും ഇല്ലെങ്കിലും എങ്ങനെയായിരുന്നു ആ സിറ്റുവേഷൻ. ഇത് ഇങ്ങനെ ഇത് ചെയ്തു എന്നുള്ളത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ ഇങ്ങനെ അതായിരുന്നു. വിളിച്ചു പറഞ്ഞു ഒരാള് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ചെയ്തു. ഓ ശരി അങ്ങനെ ചെയ്തു. ആള് പോയി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു. ആളുടെ ഒരു സാധനമില്ല. കുറച്ച് സാധനം പുരപ്പറമ്പിൽ വെതറിയ പോലെ അവിടെ കിടക്കണു. കുറച്ച് സാധനം വാരിക്കുട്ടി അവിടെ വെച്ചു. പിന്നെയുള്ള വേണ്ടപ്പെട്ട ഒരു സാധനങ്ങളും ഇല്ല. ശരി, ഏട്ടൻ തന്നെ ഇപ്പൊ പോസ്റ്റ്മോർട്ടത്തിലൊക്കെ സൂയിസൈഡ് ചെയ്ത് തന്നെയാണ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആളുടെ വരെ. ഓക്കെ, അപ്പൊ ഇത് എല്ലാം ഇവർക്കൊരു കേട്ടറിവ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയാണ് ഓരോ സംഭവങ്ങൾ സംഭവിച്ചേക്കണത് എന്നുള്ള ഓരോരുത്തർ പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് കറക്റ്റ് ആയിട്ട് ഇപ്പൊ അതിന്റെ ഫോട്ടോഗ്രാഫും കാര്യങ്ങളൊക്കെ ഇവർക്ക് അയച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് അതൊന്നും ഇവർക്ക് അയച്ചു കൊടുത്തിട്ടില്ല. ഈ ബിലോങ്ങിങ്സ് കാര്യങ്ങളും ഒന്നും അയച്ചു കൊടുത്തിട്ടില്ല. അപ്പൊ ഈ ഇത്ര കെയർലെസ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ഈ അവിടത്തുള്ള ഓഫീസർമാരുടെയും അതേപോലെ അധികാരികളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കണം. അപ്പൊ ഇതിനൊക്കെ എന്തെങ്കിലും ഒരു നടപടി വേഗം തന്നെ, അതായത് വേണ്ടപ്പെട്ടവർ ഇതിനകത്ത് എന്തെങ്കിലും ഒരു റിയാക്ഷൻ എടുക്കണമെന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ ഇവിടെ തന്നെ അവിടെ വേണ്ട രീതിക്കുള്ള കോണ്ടാക്ട്സും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ഇതിനു വേണ്ടി ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇവര് പറയുന്നുണ്ട് ഇതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ അറിവുള്ള ആൾക്കാർ ഇവർക്ക് മെസ്സേജ് അയക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മെസ്സേജ് അയക്കുക. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ വീഡിയോയുടെ കണ്ടാൽ വീഡിയോ ഇഷ്ടപ്പെടാൻ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് ടാറ്റാ ബൈ ബൈ.